വാലന്റൈൻസ് ഡേക്ക് നമുക്ക് ആഘോഷിക്കാൻ സുജിത്തിനെയും ശ്വേതയും നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. നമ്മൾ അവർക്ക് ചെറിയ പണി കൊടുക്കുന്നുണ്ട് അല്ലേ? അതിൽ കിട്ടുന്ന പണി ഇവര് വന്നതന്നെ എനിക്ക് പണിയായിട്ടാ വന്നത്. ഞാൻ വിചാരിച്ചു ഇവര് ഗിഫ്റ്റും കൊണ്ട് വരുമെന്ന്. നമുക്ക് പോയി ഗിഫ്റ്റ് വാങ്ങിച്ചോണ്ട് വരാന്നാ പറഞ്ഞത് ആദ്യമേ. അപ്പോഴേ എനിക്ക് മനസ്സിലായത് ഞാൻ വാങ്ങേണ്ടി വരുമെന്ന്. അപ്പൊ ഞങ്ങളുടെ കയ്യിൽ ഒരു ഗിഫ്റ്റ് ഇരിപ്പുണ്ട്. ഫ്ലാഷ് ബാക്ക്. വാലന്റൈൻസ് ഡേയുടെ ഭാഗമായിട്ടുള്ള ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ പോവാണ്. അതിനകത്ത് കുറച്ചൊരു സർപ്രൈസ് ഉണ്ട് കേട്ടോ. സർപ്രൈസ് എൻ്റെ മനസ്സിലും ഉണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് സുജിത്ത് എന്നോട് പറഞ്ഞിട്ടില്ല. പോയിട്ട് വരാം. സാധാരണ വാലന്റൈൻസ് ഡേ ആഘോഷിക്കാറുണ്ടോ? റീസെന്റ് ആയിട്ട് വാലന്റൈൻസ് ഡേ ആഘോഷിക്കാനായിട്ടുള്ള ഒരു മൂഡ് വാലന്റൈൻസ് ഡേക്ക് വരാറില്ല. അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് 2 വർഷം മുൻപ് എൻ്റെ വളരെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു സുഹൃത്ത് വാലന്റൈൻസ് ഡേ അന്നാണ് മരണപ്പെട്ടത്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ പറയാവുന്ന, നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു വ്യക്തി വേറെ ഉണ്ടാവില്ല. അപ്പം അങ്ങനത്തെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് മാത്രം പറയാറില്ല, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, ബ്രദർ, ബെസ്റ്റ് ബഡി എന്നൊക്കെ പറയാവുന്ന ഒരാൾ, അദ്ദേഹം അന്നാണ് മരണപ്പെട്ടത്. അപ്പോൾ അതുകൊണ്ട് അതിനുശേഷം ഇപ്പോൾ 2 വർഷമായി, ഇന്നിപ്പോൾ 2 years ആയി. അപ്പം അങ്ങനെ വാലന്റൈൻസ് ഡേ എന്ന് പറയാൻ ആയിട്ട് ഇപ്പം നമ്മളത് അങ്ങനെ ഒരു ദിവസം നമുക്ക് വരുമ്പോഴത്തേക്കിനും അത് ഒരു വിഷമമാണ് സത്യം പറഞ്ഞാൽ വരുന്നത്. വിഷമമല്ല, ഒരു സങ്കടം. നമ്മൾ ഇഷ്ടപ്പെട്ട ഒരാൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മളെയൊക്കെ ഒറ്റയ്ക്കാക്കിയിട്ട് വിട്ടുപോയി എന്ന് പറയുമ്പോഴത്തേക്കിനും അത് ഭയങ്കര സങ്കടമാണ്. കാരണം ഞാൻ എറണാകുളത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ, അല്ലെങ്കിൽ ഷിഫ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചതിൻ്റെ മെയിൻ റീസൺ പോലും അദ്ദേഹമായിരുന്നു. ഇപ്പൊ നിങ്ങൾ ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ, നമ്മളിങ്ങനെ ഇപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ പ്ലാൻ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇതൊരു സാധാരണ ദിവസം പോലെ തന്നെ പോയേനെ. ലൈക്ക് അങ്ങനെ ഒരു എന്താ പറയാ, ഒരു പ്രത്യേക ഒരു നത്തിങ് സ്പെഷ്യൽ. ഇപ്പൊ നിങ്ങൾ വന്ന് പ്ലാൻ ചെയ്തുകൊണ്ടാണ് നമ്മളിപ്പോ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് വാങ്ങാൻ പോകുന്ന പോലും. അപ്പോൾ സർപ്രൈസ് എന്താണെന്നുള്ളത് നമുക്ക് ഇവിടെ കാണാം. കാരണം ശ്വേത കാണാതിരുന്നാൽ മതിയല്ലോ അല്ലേ? അങ്ങനെയല്ലേ സുഹൃത്തെ? അതെ അതെ. സാധനം എടുക്കുക, പ്രൊഡക്റ്റ് ഇതാണ്. ഇത് മറ്റേ സ്ട്രെയിറ്റ്നറും എല്ലാ സംഭവങ്ങളും ഉള്ള സാധനമല്ലേ? കുറെ നാളായിട്ട് പറയുന്ന ഒരു സംഭവമാണ് ഇത് വേണം എന്നുള്ളത്. പക്ഷെ ശ്വേത തന്നെ പറയും അതെനിക്ക് വേണമെന്നുണ്ട്, പക്ഷെ ഇതിന് ഭയങ്കര വിലയാണ്, അതുകൊണ്ട് എനിക്കത് വേണ്ട ആണോ എന്ന് പറയും. പക്ഷെ നമുക്കൊരു ചെറിയ പ്രശ്നമുണ്ട്, ഇതിന്റെ വില നമ്മൾ പറയില്ല. കാരണം എന്താ വെച്ചാൽ ഗിഫ്റ്റ് കൊടുക്കുന്നതായതുകൊണ്ട് വില പറയാൻ പാടില്ല എന്നാണ് അല്ലേ? അങ്ങനെയല്ലേ സുഹൃത്തെ? പിന്നെ വേറൊരു പ്രശ്നവും കൂടെ ഉണ്ട്. അത്യാവശ്യം കമന്റ് വരും സുഹൃത്തിന്. വില പറഞ്ഞാൽ തെരുവിളി. ശ്വേത കുറേ നാളായിട്ടേ ഈ സംഭവം എന്നോട് പറയുന്ന. പക്ഷെ എന്റെ ഭാര്യയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടെന്നറിയോ? എല്ലാ ആഗ്രഹങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിലും അവസാനം പറയും അത് ഭയങ്കര വിലയായിരിക്കും, അത് വേണ്ട എന്ന് പറയും. അത് വളരെ കുറച്ച് പെണ്ണുങ്ങൾ അങ്ങനെ പറയുള്ളൂ കേട്ടോ. അത് സുജിത്ത് വളരെ ആലോചിച്ച് വാങ്ങിച്ച ഒരു ഗിഫ്റ്റാണ്. അത് ഒരാൾക്ക് മാത്രമാണ് അത് സസ്പെൻസും സർപ്രൈസും കൊടുക്കുന്നത്. എന്തായാലും ശ്വേതയ്ക്ക് പക്ഷെ പണിയെടുക്കാതെ തരാൻ പറ്റില്ല, ചെറിയൊരു പണിയുണ്ട്. ശ്വേത ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ക്ലൂ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഈ വീട് മുഴുവൻ വെച്ചിട്ടുണ്ട്. ഇത് ഒരു പുതിയ ഫ്ലാറ്റ് വാങ്ങിച്ചതാണ്, നിങ്ങളൊക്കെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ പല ഭാഗങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെയൊക്കെ പോയിട്ട് ഇത് കണ്ടുപിടിക്കുക എന്ന് പറയുന്നതാണ് ഇന്നത്തെ ജോലി. വീട് വൃത്തിയാക്കുന്നതിനേക്കാളും വലിയ പണിയായിരിക്കും അത് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്. ക്ലൂ ഫണ്ടാണ്. അത് കുറച്ച് ക്ലൂസ് ആണ്. അതിൻ്റെ ആദ്യത്തെ ക്ലൂ സ്വന്തം ഭർത്താവ് തന്നെ കൊടുക്കുന്നതാണ്. പറയും മലയാളം വായിക്കാൻ അറിയില്ല. ഭക്തിയാണല്ലോ എന്നിലും നിന്നിലും ഉള്ളത്. പൂജാമുറിയാണോ? എനിക്കറിയില്ല, പോയി നോക്കണം. പൂജാമുറി പോയി നോക്ക്, പൂജാമുറിയിൽ ക്ലൂ എല്ലാം ഉണ്ടോ എന്ന്. അവിടെ വൈനോ എനിക്കറിയാൻ പാടില്ല. ഭക്തിയാണ് സംഭവം, വിഷയം. സുജിത്ത് ഇത് എവിടെ നിന്ന് കൊണ്ടുവന്നതാ? ഇത് സുജിത്ത് ഗിഫ്റ്റ് ഗിഫ്റ്റ് തന്നതാണ്. ഏത് രാജ്യത്തു നിന്ന് വന്നതാണ്? ഇവിടെ കണ്ണൂരിന്ന് വാങ്ങിച്ചത്. ഭക്തി. ഈ റൂമിൽ വേറെ ഒന്നും ഇല്ല. ഇതാണോ? ശരിക്കും ഈ ബാൽക്കണിയിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ സൈഡിൽ നിന്നും കൊച്ചി കാണാം. ഇങ്ങനെ ഓരോ ക്ലൂവിലേക്ക് എത്തിച്ചോണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ഭക്തി എന്ന് പറയുമ്പോ ബുദ്ധനും വരും കേട്ടോ. ബുദ്ധനും വരും. അവിടെ വെള്ളമാ. ഇതാണോ? ചെടിച്ചട്ടിയുടെ അടിയിലിരിക്കുന്നു. അത് പക്ഷെ ഭക്തിയല്ല കേട്ടോ. ഭക്തിയുടെ അടുത്തായിരുന്നു ഉണ്ടായിരുന്നത്. സെക്കൻഡ് ആണോ? നമ്മുടെ ജീവിതം ഒരു ടേബിൾ ടെന്നീസ് ആണെന്ന്. ടേബിൾ ടെന്നീസ് ആണെന്ന്. ഏതെങ്കിലും ടേബിളിലുണ്ടോ? ടേബിൾ ആണെങ്കിൽ അപ്പുറത്തായിരിക്കും.
മൊത്തം നോക്കണം. ടെന്നീസ് ആയതുകൊണ്ട് നീളത്തിലിരിക്കുന്ന ടേബിൾ ആവാം സാധ്യതയുണ്ട്. എന്നാലും നോക്കാം, അവിടെ പോവാം. നമ്മുടെ ജീവിതം ഒരു ടേബിൾ ടെന്നീസ് ആണ്. ഇതായിരിക്കും പരിസരം. അല്ല, ടേബിൾ പരിസരമായിരിക്കാം അല്ലേ? ചൂട് തണുപ്പ് പറയുമോ? അതെ, ചൂട് തണുപ്പ്, ഹോട്ട് ഓർ കോൾഡ് എന്ന് പറയാമോ? അതെ 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 അതെ. അപ്പൊ ചൂടല്ല. അത് താണ്ടിരിക്കുന്നത് അതാണോ? അതല്ല. ഇപ്പുറത്ത് കൊണ്ട് വിശ്വസിക്കാൻ പറ്റൂല. യു നെവർ നോ. യു സീ. മൂന്നാമത്തെ ആണോ? ഭാര്യക്ക് ജോലി കൊടുക്കണമെന്ന് സഹായിക്കണുണ്ടോ? അതാണ് സ്നേഹമാണ്. സ്നേഹം. ചുംബനത്തിന്റെ പല്ലുപോയ രണ്ട് ആത്മാക്കൾ പരസ്പരം പുണർന്നു നിൽക്കുന്നു. ബെഡ്റൂം ആയിരിക്കും. എന്റെ മാസ്റ്റർ ബെഡ്റൂം ആയിരിക്കും. വാ, മാസ്റ്റർ ബെഡ്റൂം ആണോ? ഞാൻ ക്ലൂ, ഞാൻ കൂടെ വരാം. ഞാൻ പറഞ്ഞില്ല, എനിക്കറിയില്ല. ചുംബനത്തിന്റെ ആത്മാക്കൾ പുണർന്നു നിൽക്കുന്നു എന്ന് പറയുമ്പോ ഇവിടെ ആത്മാക്കൾ പുണർന്നു നിൽക്കാൻ മാത്രമുള്ള ചിത്രങ്ങൾ ഇല്ല, ഇവിടെ രണ്ട് ആത്മാക്കളെ ഉള്ളൂ. അവരിപ്പോ പുണർന്നിട്ടുമില്ല, ഞങ്ങൾ വെറുതെ നിൽക്കുവാണ്. അതെ, അത് പല്ലുപോയ ആത്മാക്കൾ എന്നൊക്കെയാണല്ലോ പറയുന്നത്. ഞങ്ങൾ പല്ലൊന്നും പോയിട്ടില്ല കേട്ടോ. ഞങ്ങൾക്ക് പല്ലുണ്ട്. ആയില്ലല്ലോ. ഇവിടെ അല്ല, ദിസ് നോട്ട് ദ പ്ലേസ്. ഈ റൂം അല്ലെന്ന് തോന്നുന്നു. ഈ സാധനങ്ങളൊക്കെ ശരിക്കും സെറ്റ് ചെയ്തതിന്റെ ഐഡിയാസ് ഒക്കെ ഐഡിയ ഒന്നുമില്ല. നമ്മള് ഇങ്ങനെയൊക്കെ തന്നെ, ഇതൊക്കെ ഇന്റീരിയർ ഡിസൈനറിന്റെ ഐഡിയ ആണ്. നമുക്ക് ഇങ്ങനെയൊക്കെ നമ്മളെ പ്ലാനിങ് അനുസരിച്ച് ചെയ്തു തന്നു. അതെ, സിമ്പിൾ. എന്നാലും എന്തായിരിക്കും പരസ്പരം പുണർന്നു നിൽക്കുന്നു എന്ന് പറയുമ്പോ അങ്ങനെ രണ്ട് ചിത്രങ്ങൾ ഇവിടെ ഇല്ല. പല്ല് തേക്കുന്ന ബാത്റൂമിലായിരിക്കും. വാ നോക്കാം. പല്ലെന്ന് പറഞ്ഞപ്പോ ഉടനെ തലയിൽ വരേണ്ടതാ. അപ്പ അടുത്ത് വാ, അപ്പ എടുക്കാം. വാ, എന്താ പ്രശ്നം നിന്റെ? ഇത് പറഞ്ഞു കൊടുത്ത് എടുപ്പിക്കേണ്ട ഡ്രസ്സൊക്കെ എത്ര സഹായികളുണ്ട് നോക്കൂ. അതെ, എത്ര കഷ്ടപ്പെട്ട ഒരു ഗിഫ്റ്റ്. സ്നേഹം അമ്മയ്ക്കൊക്കെ. നിന്നെയും എന്നെയും സ്വാതന്ത്ര്യമായി ഞാൻ വായിച്ചു വന്ന പണി പോളും ഗൈസ്. നിന്നെയും എന്നെയും സ്വാതന്ത്ര്യമാക്കിയ നമ്മുടെ സ്വപ്നങ്ങളെ സഫലീകരിച്ച സ്ഥലം എന്തായിരിക്കും? അത് കല്യാണ മണ്ഡപമല്ലേ? എന്നാലും നിങ്ങൾ ഇത് എവിടെ കൊണ്ട് വെച്ചു? വാ, അമ്മയുടെ മുറി നോക്കാം. ഈ റൂമുകൾക്കൊക്കെ ഒരു ഗ്രീൻ ഷെയ്ഡ് ഉണ്ടല്ലേ? മൊത്തത്തിൽ ഒരു ഗ്രീൻ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ ആ ഒരു തീമിലാണ് ഫുൾ വീടൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ കട്ടിലും ഞാൻ ശ്രദ്ധിച്ചായിരുന്നു, ഒരു ലൈറ്റ് ഗ്രീന്, അങ്ങനെ ഒരു ഗ്രേ സ്റ്റോൺ, ആ കളർ പാലറ്റിലുള്ള തീമാണ് ഞങ്ങൾ കൂടുതലും ചെയ്തിരിക്കുന്നത്. ഏതൊക്കെ കൂടുതൽ ഇഷ്ടമാണെന്ന് തോന്നുന്നു. ഇന്ന് ഗ്രീൻ ആണ്. ഇന്ന് ജസ്റ്റ് കോയിൻസിഡൻസ് ആയിട്ട് ഞാൻ ഇന്ന് ഗ്രീൻ എടുത്തിട്ട്. ഓ, അത് ശരിക്കും ആരുടെ സജഷനാ? നിങ്ങൾ രണ്ടുപേരും കൂടെ ചൂസ് ചെയ്താൽ അത് രണ്ടുപേർക്ക് ഇഷ്ടമാണ്. ഞങ്ങളുടെ പ്ലാൻ മൊത്തത്തിൽ വേറെ ആയിരുന്നു. നിങ്ങൾ വന്നു വീടിന്റെ കളർ ഞങ്ങൾ ആക്ച്വലി കുറെ തീരുമാനിച്ചിട്ട് കുറെ മാറ്റങ്ങളൊക്കെ വരുത്തി ഫർണിച്ചറൊക്കെ കണ്ടു കഴിഞ്ഞിട്ടാണ് സത്യം പറഞ്ഞാല് ഞങ്ങൾ ഈ ഒരു കളർ പാലറ്റിൽ എത്തിയത്. ഞങ്ങൾ ആദ്യം വിചാരിച്ചത് ഒരു ഡിഫറെന്റ് ടൈപ്പ് യുണീക്ക് ആയിട്ട് ആന്റിക് സ്റ്റൈൽ ചെയ്യാനായിരുന്നു. പിന്നെ ചൈനയിൽ പോയി ഫർണിച്ചർ എടുക്കാൻ പോയപ്പോ ഇങ്ങനത്തെ ഫർണിച്ചർ ഒക്കെ കണ്ടപ്പോഴുണ്ടല്ലോ, ഞങ്ങൾ ആന്റിക് അങ്ങ് വിട്ടു വീണുപോയി. അപ്പൊ അങ്ങനെ മാറിയതാണ് ഈ ഗ്രീനിലോട്ട്. ഒലീവ് ഗ്രീൻ ആയിരുന്നു, പിന്നെ ആ ഒരു പാലറ്റില് ഇതായി. ഇപ്പൊ ചൈനീസ് പ്രോഡക്റ്റുകളെ കുറിച്ച് സുജിത്തിന് അത്യാവശ്യം ധാരണ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് കണ്ടപ്പോ വീണുപോയെന്ന് പറയുമ്പോൾ അത് ശ്വേതയാണോ വീണത്? സുജിത്തിനും അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു ചൈനീസ് പ്രോഡക്റ്റിനെ കുറിച്ച്? നല്ല അഭിപ്രായം ഞാൻ തന്നെയാണ്. നമുക്ക് അവിടെ പോയിട്ട് നമ്മൾ കണ്ടു കഴിയുമ്പോഴത്തേക്കിനും വാങ്ങിപ്പോകും, വീണുപോകും. കോസ്റ്റ് എഫക്റ്റീവ് ആണ്, ക്വാളിറ്റി നല്ല സാധനമാണ്. നമ്മൾ ചൈന എന്ന് പറഞ്ഞാൽ നമുക്ക് ചൈന എന്ന് പറയുമ്പോൾ ചാത്തൻ സാധനം മാത്രമല്ല, ചൈനയിലെ നല്ല സാധനങ്ങളാണ് കിട്ടുന്നത്. ഇവിടെ വരുന്ന ചാത്തനാന്നേ ഉള്ളൂ പലരും. ആ പെയിന്റിങ് ശരിക്കും വാങ്ങിച്ചതാണോ? അല്ലല്ല, ഇവിടെ ഉള്ള ഒരു പെയിന്റിങ്സ് വാങ്ങിച്ചതല്ല. ഇത് എന്റെ എന്റെ മകൻ വരച്ചാണ്, 4 വയസ്സുള്ള ബട്ടർഫ്ലൈ. ഇവിടെ ഉള്ള എല്ലാ പെയിന്റിങ്സും എന്റെ ഫ്രണ്ട് ലിംഗു എന്ന് പറഞ്ഞ ആള് വരച്ചാണ്, എക്സെപ്റ്റ് 1. ബാക്കി ഇത് എന്റെ മകൻ വരച്ചതാ. ഇത് നീ ക്ലൂ നോക്ക്, ഞാൻ നോക്കി നോക്ക്.
ദാണ്ട കിടക്കുന്നു. പഞ്ചസാര ടിന്നുകൾക്കുള്ളിൽ റെഫ്രിജറേറ്ററിന്റെ വാതിൽ. അതവിടെ. അത് നീ കണ്ടുപിടിച്ചോ? ഇതിപ്പോ ഈസി ആയി കിച്ചൺ പോയല്ലോ. കിച്ചൺ 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 ഇത് കിച്ചൺ. അത് എടുക്കരുത്. ഈ ഓപ്പൺ കിച്ചൺ കോൺസെപ്റ്റ് കൊണ്ടുവന്നത് നിങ്ങൾക്കത് ഭയങ്കര ഇഷ്ടമായത് കൊണ്ട്. അതെ അതെ തീർച്ചയായും. ഇപ്പൊ ഞങ്ങള് രണ്ടുപേരും മാത്രം ഒരു ക്ലോസ്ഡ് കിച്ചണിൽ നമ്മളിവിടെ പണിയെടുക്കുക, അവരെല്ലാവരും അവിടെ ഇരുന്ന് കഴിക്കുക. സോ ആ ഒരു ഡിസ്റ്റൻസ് വരത്തില്ലേ, ആ ഒരു ഡിസ്റ്റൻസ് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിങ്ങനെ ഓപ്പൺ കിച്ചൺ വലിച്ചത്. അപ്പൊ ഇവിടെ ഇരുന്ന് ഞങ്ങൾ മിണ്ടുമ്പോഴും അവിടെ ഇതുള്ളപ്പോ ഒരു ഇന്ററാക്ഷൻ ഉണ്ടാവുമല്ലോ. ഇവിടെ ഓപ്പൺ ആണ്. പഞ്ചസാര ടിന്ന്, പഞ്ചസാര ടിന്ന്, നേരെ ആ കാണുന്ന ബാൽക്കണി സൈഡ് പഞ്ചസാര ടിന്ന്. നമുക്ക് നല്ലൊരു സ്പേഷ്യസ് ഫീൽ കിട്ടും. ഇവിടെ ഒരു കഥക്, ഒരു ഫുൾ ഭിത്തി, ഒരു ഡോർ, പഞ്ചസാര കിച്ചൺ എൻറ്റയർലി ക്ലോസ്ഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പൊ നമ്മളൊക്കെ ആരെങ്കിലും ഗസ്റ്റ് വന്നാൽ പോലും നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് കിച്ചണിൽ അവർക്ക് 2 ചായ ഒക്കെ വെച്ചാണെങ്കിലും ഇന്ററാക്ട് അല്ലേ. ആ നീ ആ ചോക്ലേറ്റ് കഴിച്ചു കഴിഞ്ഞാൽ അപ്പൊ വിമാനം എടുത്തു തരാം കേട്ടോ. അയരച്ചേര എടുത്തു തരാം. എവിടെ വെച്ചു? ടിഷ്യൂ പേപ്പർ കൊടുത്താ പോരെ? എന്താ അമ്മ ഇത്? ഒരു തീഷ്ണ സൗഹൃദത്തിന്റെ ആരോഗ്യകരമായ തുടർച്ച. ഈ ബാൽക്കണി ആണോ തുടർച്ച? ബാൽക്കണിയിൽ കുറച്ച് ഗിഫ്റ്റ് എന്ന ഐറ്റംസ് വെച്ചിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒന്ന് നോക്കി. ഇതെല്ലാം ലോകരാജ്യങ്ങളെല്ലാം ഉണ്ടല്ലോ ഇതിൽ. അടിപൊളിയല്ലേ? അത് നമ്മളൊരു വേൾഡ് മാപ്പ്. ശരിക്കും ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ചില സ്ഥലങ്ങളിൽ നിന്ന് ചില സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്തത് ഓർക്കാൻ പറ്റും അല്ലെ? ഓർമ്മകൾ. ഏതെങ്കിലും സ്ഥലം ഇങ്ങനെ ഓർക്കുന്നുണ്ടോ? അങ്ങനെ ഒരു റൂട്ട് കാണിച്ചു തരുമോ? പിന്നെ തീർച്ചയായും. മോസ്കോയിൽ ഇവിടെ വരെ ബൈ റോഡ് പോയിട്ടുണ്ട്. മോസ്കോന്ന് ഏകദേശം ഇവിടെ വരെ ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വരെ വന്നിട്ടുണ്ട്. ഇവിടെ വരെ ഇതെന്ന് പറയുമ്പോ ഒത്തിരി വ്യത്യാസമുള്ള സ്ഥലങ്ങൾ. ഇവിടെ നിന്ന് ഇവിടെ വരെ 7 ടൈംസോളാ. ഇവിടെ തടി തന്നെ ചൂസ് ചെയ്തത് ശരിക്കും ആലോചിച്ചിട്ടാണോ? ചൂട് ഇങ്ങോട്ട് വരാൻ ഞാന് ഈ ഇത്രയും ഗ്രീൻ സ്പേസും മറ്റുമൊക്കെ ഇവിടെ വന്നപ്പോഴത്തേക്കും ഒരു മാച്ചിങ്ങിന് വേണ്ടി ചെയ്തൊരു സംഭവം. കിട്ടി കിട്ടി കിട്ടി. ബന്ധങ്ങളില്ലാതെ എന്ത് ബന്ധം? അപ്പൊ ഇതിന്റെ ഉള്ളിലായിരിക്കും ഗസ്റ്റുകളായിരിക്കും. ഈ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കൊച്ചി ഒത്തിരിയൊക്കെ എക്സ്പ്ലോർ ചെയ്യാല്ലേ? നമുക്ക് സ്റ്റേഡിയം കാണാം, ഷിപ്പ്യാർഡ് വരെ കാണാം. പിന്നെ ഇങ്ങോട്ടേക്ക് നോക്കുമ്പം ഹോൾഡേ ഇൻ, പിന്നെ ബൈപ്പാസിലെ ബിൽഡിങ്ങുകളൊക്കെ കാണാം. മെട്രോ ഇങ്ങനെ പോകുന്നത് കാണാം. നാളെ ഇനി കാക്കനാട്ടേക്ക് മെട്രോ വരുമ്പോ അതിങ്ങനെ അങ്ങോട്ട് പോകുന്നത് വേറെ കാണാം. സ്റ്റേഡിയമിൽ മാച്ച് നടക്കുവാണെങ്കിൽ ഇവിടെ ഇരുന്നാൽ രാത്രിയാണ് നല്ലൊരു വ്യൂ എന്ന് പറയുന്നത് കിട്ടുന്നത്. അത് ഈ ഭാഗം, അപ്പുറത്തെ സൈഡില് വേറെ ഭാഗം. ബന്ധങ്ങളില്ലാതെ എന്താണ് ബന്ധങ്ങളില്ലാതെ എന്ത് ബന്ധനം? ബന്ധനം. നോക്ക് ശ്വേത, നോക്കട്ടെ. ഇത് ഏതാണ്ട് ക്ലൂ അവസാനിച്ചു അല്ലേ? ഇതും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഗിഫ്റ്റ് കിട്ടും. ആണോ? ഇതുകൂടി കിട്ടണം. ഇതുകൂടി കിട്ടണം. ഞാൻ ഇത്രയും നേരം ഇവിടെ ഇരിക്കുവായിരുന്നു. അമ്മ എപ്പോ വന്ന് വെച്ചമ്മ? എവിടെങ്കിലും ഉണ്ടാവും. നോക്ക. ടോട്ടൽ എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട്? 2800 സ്ക്വയർ ഫീറ്റ്. 2800 സ്ക്വയർ ഫീറ്റ്, 4 ബെഡ്റൂം. എവിടെ? ഞാൻ സുല്ലിട്ട്. കിട്ടി. ഞാൻ വായിച്ചില്ല. ഇടുങ്ങിയ ജനലിലൂടെ നോക്കുമ്പോൾ ചാറ്റൽ മഴ, അവസാനം നിനക്കുള്ള സമ്മാനം. അതൊരു ചുടുചുംബനവും ആകാം. ചുടുചുംബനം ആവാം. ചുംബനം കൊടുത്താൽ മതിയോ? അല്ല, ആവാന്ന് പറഞ്ഞത്. ഗിഫ്റ്റ് തീരുമാനിക്കേണ്ടത് നമുക്ക് ചുടുചുംബനം ആയാൽ മതിയോ? ഞാൻ പറയണോ ഇനിയിപ്പോ ഗിഫ്റ്റ് എവിടെ ഉണ്ടെന്നുള്ളത്?
അത് പറയണം. ആ. അതിനു മുമ്പ് വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ എന്താ കൊടുക്കാൻ പറ്റുക എന്നുള്ളത് മനസ്സിലാലോചിക്കുക, എന്നിട്ട് ഗിഫ്റ്റും കൊടുക്കുക. അത് ശരി ഓക്കെ. അപ്പൊ ഗിഫ്റ്റ് എവിടെയാന്ന് പറയാം. ഗിഫ്റ്റ് എവിടെയാ? ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഇതാണ് ഗിഫ്റ്റ്. പിടിച്ചൊരു ഉമ്മ പോലെ. ഋഷി അവരിപ്പോ മുട്ടായി കഴിക്കുന്നതുകൊണ്ട് മൈൻഡ് കണ്ടോ, ഞാനൊന്ന് ശ്വേതനെ കെട്ടിപ്പിടിച്ചാൽ മതി, അടുത്ത് വന്നിരുന്നാ മതി. ഋഷി ഭയങ്കര പൊസസീവ് ആണ്. നിനക്കുള്ള സമ്മാനം താഴെ കാറിൽ ഇരിപ്പുണ്ട്, ചാവി എടുത്തുകൊണ്ട് പോവാം. കാറിന്റെ ഡോർ തുറക്കുക, വണ്ടിക്കകത്ത് സമ്മാനമുണ്ട്. അത് ഹണ്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഡോർ തുറക്കുമ്പോ തന്നെ കാണാം. പോയി എടുത്തിട്ടോ. എന്തായിരിക്കും ഗിഫ്റ്റ്? എന്തെങ്കിലും ഊഹമുണ്ടോ? ഒന്നുമില്ല. കുറെ കാലമായിട്ട് പറഞ്ഞിട്ട് വാങ്ങിച്ചു തരാത്ത എന്തെങ്കിലും സാധനം ഉണ്ടായിരിക്കും? അതുണ്ട്, പക്ഷെ അത് എന്റെ മനസ്സിലുണ്ട്. പക്ഷെ എന്താ പറയാ, അതിന് ഭയങ്കര കാശുള്ള സാധനമാണ്. അതുകൊണ്ട് ഞാനത് പ്രതീക്ഷിക്കുന്നില്ല. എന്താ നോക്കാം. കാശുള്ള സാധനമാണ്, അതുകൊണ്ട് നമ്മൾ വാങ്ങണ്ട എന്നില്ലല്ലോ. എന്നാലും അങ്ങനെയല്ലല്ലോ, ഇപ്പൊ അത്യാവശ്യം ഒന്നും ഇല്ലല്ലോ. അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ വഴക്കുറയോ? പിന്നില്ലാതെ. അപ്പൊ അതിനൊരു ആവശ്യം ഇല്ലാത്തൊരു സാധനമാണത്. നിർബന്ധമില്ല, ആവശ്യമില്ലാത്ത കാര്യം ആഗ്രഹിക്കുന്നത് അങ്ങനല്ല. നിർബന്ധമില്ലാത്ത സാധനമാണ്, ആവശ്യമില്ലാത്തില്ല, നിർബന്ധമില്ല. അവശ്യ വസ്തുവല്ല എന്നുള്ളതാണ്. അവശ്യ വസ്തുവാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. പക്ഷെ അത് അത്രയും വില ആയതുകൊണ്ട് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അതൊന്നും ഇപ്പൊ വാങ്ങണ്ടെന്ന്. ഓ മൈ ഗോഡ്, എന്താ സാധനം? ഡൈസന്റെ എയർ റാപ്പ്. ഇത് തന്നെയാണോ ഉദ്ദേശിച്ചത്? സത്യം പറഞ്ഞ ഇതാണ് എനിക്ക് കുറെ നാളായി, എനിക്ക് തോന്നുന്നു 4-5 വർഷമായി ഞാൻ പറയുന്നു ഈ ഒരു സാധനം മാർക്കറ്റിൽ വില കുറയുമ്പോൾ ഞാൻ വാങ്ങണം. പക്ഷെ ഇതിന്റെ വില ഇതുവരെ കുറഞ്ഞിട്ടില്ല. അപ്പൊ ഞാനിത് വേണ്ട എന്ന് കുറെ ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ പരസ്യം വീണ്ടും കണ്ടപ്പോ ദിസ് ഇസ് ലൈക്ക് പൊളി. അതെ, ഇതാണ് വാലന്റൈൻസ് ഡേ അല്ലേ? യെസ്. ഞാനത് കുറെ ദിവസമായിട്ട് പറയാം എനിക്ക് വേണ്ട, എന്നാ വേണമെന്നുണ്ട്. എനിക്ക് ഇഷ്ടമുള്ള സാധനമാണ്. ദിസ് ഇസ് വെരി കോസ്റ്റ്ലി, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നാളായിട്ട് വേണ്ടെന്ന് പറഞ്ഞത്. സോ ദിസ് ഇസ് വെരി ഷോക്കിംഗ് ആൻഡ് ഐ ആം ഹാപ്പി. താങ്ക് യു. ഇത് ഷോപ്പിൽ വെച്ചിട്ട് ഞങ്ങളോട് പറയുന്നുണ്ടായിരുന്നു, ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്നെ ശരിക്കും ചീത്ത വിളിക്കും. ഞാനത് വേറെ കാര്യം, നിങ്ങളുടെ മുമ്പിൽ ചീത്ത വിളിക്കൂല. അത് പറഞ്ഞു, ഇത് കഴിയുമ്പോഴത്തേക്ക് എന്തായാലും എന്നെ ചീത്ത വിളിക്കുമെന്ന് പറഞ്ഞു. അതെ, എന്തായാലും നമുക്ക് പോവാം, ബാക്കി അവിടെ. ഇതെന്തിനാ വാങ്ങിച്ചത്? എന്നാലും അങ്ങനെയല്ലോ, ഞാൻ പറഞ്ഞല്ലേ ഇത് വില കൂടുതലാ, വാങ്ങണ്ടെന്ന്. വേണ്ടെങ്കിൽ തിരിച്ചുകൊണ്ട് കൊടുക്കാം. അതെ, കാശ് കൊടുത്തിട്ടില്ല. ശരിക്കും സുജിത്ത് പറഞ്ഞ എന്താണെന്ന് അറിയാവോ? എന്തായാലും നിങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അധികം പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയില്ല, പക്ഷെ നിങ്ങൾ പോയി കഴിയുമ്പോഴത്തേക്ക് എന്തായാലും ചീത്ത കിട്ടുമെന്നാണ് പറഞ്ഞത്. ചീത്ത വിളിക്കും, ഇന്ന് അടി നടക്കും. വാലന്റൈൻസ് ഡേ ആയിട്ട് ഞങ്ങൾ അടി ഉണ്ടാക്കിയെന്ന് പറയരുത് കേട്ടോ. നിങ്ങൾ വീട് സ്വന്തമാക്കിയിട്ട് അകത്ത് കയറുമ്പോൾ നിങ്ങളുടെ കുറെ കാലത്തെ ആഗ്രഹമായിരിക്കുമല്ലോ, അത് ഇന്റീരിയേഴ്സ് ഒക്കെ ചെയ്ത് കണ്ടു കഴിയുമ്പോഴത്തേക്ക് നമ്മളെല്ലാം നോക്കിയൊന്നും ഇരിക്കില്ലേ, ആ സമയത്ത് മനസ്സിൽ തോന്നിയ ഒരു സന്തോഷം എന്തായിരുന്നു? അതൊരു വല്ലാത്ത ഫീലാട്ടോ. അതാണ് കേറിയപ്പോഴേ സ്വാമീന് കേറിയപ്പോഴേ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അത് വല്ലാത്തൊരു ഫീലാണ്. 35 വർഷം മുമ്പ് എന്റെ അപ്പൻ ആ ഫീൽ അനുഭവിച്ചു, ഇന്ന് ഞാനിപ്പോ ആ ഫീൽ അനുഭവിക്കുന്നു. ഓ അടിപൊളി. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലൊക്കെ അല്ലേ അതൊക്കെ ഉള്ളൂ. അതെ അല്ലേ. പക്ഷെ ഈ കോഴഞ്ചേരിയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇത് ഒരു മെട്രോ സിറ്റിയും കൂടെ ആണല്ലോ ഒരു തരത്തിൽ. അപ്പോൾ കോഴഞ്ചേരിയിൽ നിന്ന് ഇവിടെ വന്ന് താമസിക്കാമെന്നുള്ള തീരുമാനം എടുത്തിട്ട് പിന്നെ ഇവിടെ ഒരു സ്വന്തമാക്കുകയാണ്. ഇത് ഇങ്ങനെ വേണോ എന്നുള്ളൊരു തീരുമാനം എടുത്ത് അത് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് അതിൻ്റെ സുഖം കിട്ടുക. ഇപ്പം എന്താണ് ഫീല്? ഇത് നോർമലായോ നമുക്ക് കൊച്ചി? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കൊച്ചിയിലേക്ക് വരാൻ പല കാരണങ്ങളുണ്ട്. സോ കൊച്ചിയിലേക്ക് വരുമ്പോഴത്തേക്കിനും ഞങ്ങൾ കുറെ കാര്യങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു സ്ഥലമാണ് കൊച്ചി. കൊച്ചി മാത്രമല്ല ഏത് സിറ്റി ആണെങ്കിലും. സോ എനിക്ക് കൊച്ചി ഇഷ്ടമായതുകൊണ്ട് ഞാൻ കൊച്ചി ഡിസൈഡ് ചെയ്തു. പല ഫാക്ടേഴ്സ് അതിനകത്തുണ്ട്. സോ വി ആർ ഹാപ്പി ഹിയർ. ഇതുവരെ ഹാപ്പിയാണ്. കാരണം കൊച്ചിയിൽ താമസം തുടങ്ങുന്നതിന് മുമ്പും നമ്മൾ കൊച്ചിയായിരുന്നു സ്ഥിരം ഉണ്ടായിരുന്നത്. ഇനിയിപ്പോൾ അങ്ങോട്ട് ഹാപ്പി ആയിരിക്കും. ഈ കയറ് വരുമ്പോൾ ഇതിവിടെ ഇങ്ങനെ തന്നെ പ്ലേസ് ചെയ്യണം ബട്ടൺസ് എന്ന് തീരുമാനം എടുത്തത് അത് ഞാൻ തന്നെയാണ്. കാരണം നമ്മളാക്കിയ
ഒരു സംഭവമാണ് യൂട്യൂബ് എന്ന് പറയുന്നത്. സോ യൂട്യൂബിൽ വീഡിയോ കാണുന്ന ആളുകളും സോ വീഡിയോ കാണുന്ന ആളുകൾക്ക് വേണ്ടി എനിക്കിപ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ എത്ര ആൾക്കാർ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് ഞാൻ ട്രീറ്റ് കൊടുക്കുകയോ അല്ലെങ്കിൽ ഹൗസ് വാമിങ്ങിന് വിളിക്കുകയോ ചെയ്യും. സോ അങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അവർക്ക് എനിക്ക് താങ്ക്സ് പറയാൻ മാത്രമേ ഇപ്പൊ നിലവിൽ പറ്റുള്ളൂ സബ്സ്ക്രൈബേഴ്സിനായിട്ട്. പിന്നെ നമ്മളാക്കിയ യൂട്യൂബിന്റെ ആ ഒരു അവർ തരുന്ന ഒരു അവാർഡ് എന്ന് പറയുന്നത് അതെന്താണെങ്കിലും നമുക്കത് വലിയ കാര്യം തന്നെയാണ്. സോ ഇറ്റ് ഷുഡ് ബി ദെയർ. ഈ പ്ലേ ബട്ടൺസ് ഇങ്ങനെ കാണുമ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തുന്നത് നിങ്ങളുടെ ഒരു വീഡിയോസിന്റെ ഒരു കൺസിസ്റ്റൻസി ഉണ്ട്. അതങ്ങനെ തന്നെ വ്യൂവർഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് ഒരു സാഹസവും കൂടിയാണ് അല്ലേ? സാഹസമല്ല, ശരിക്കും അതൊരു ചലഞ്ച് തന്നെയാണ്. കാരണം ആളുകൾക്ക് മടുപ്പുളവാത്ത രീതിയിൽ, ആളുകൾക്ക് എന്റർടൈൻമെന്റ് ആവുന്ന രീതിയിൽ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ട് പോകാന്നുള്ളത് ഒരു കൺസിസ്റ്റൻസി പിന്നെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് പോകാന്നുള്ളത് കുറച്ച് ചലഞ്ചിങ് ടാസ്ക് ആണ്. പിന്നെ ദൈവം സഹായിച്ച് തട്ടിമുട്ടിയൊക്കെ പോകുന്നു. ഈ ഫാമിലി കാര്യങ്ങളൊക്കെ പറയുന്നത് കുറച്ച് കൂടുതൽ ഇഷ്ടമാണല്ലേ എല്ലാവർക്കും? കുറച്ച് കൂടുതലല്ല, ഇഷ്ടമാണ്. ഞാൻ മിക്സഡ് ടൈപ്പ് ആണല്ലോ വീഡിയോ ചെയ്യുന്നത്. ലൈഫ് സ്റ്റൈൽ ചെയ്യും, ട്രാവൽ ചെയ്യും, ടെക് ചെയ്യും, ഫുഡ് ചെയ്യും, ഫാമിലി വ്ളോഗ് ചെയ്യും, എല്ലാം ചെയ്യും നമ്മള്. അപ്പോ പീപ്പിൾ ലൈക്ക് ഇറ്റ് അല്ലേ കേട്ടാ? അല്ലേ? നീ എന്തോ കഴിക്കുന്നേ? മിഠായി. ഒരുമിച്ച് പോയി ചില സ്ഥലങ്ങളിൽ ചില ക്രൈസിസ് ഒക്കെ നേരിടുമ്പോൾ ഫാമിലി ട്രിപ്പും കൂടെയാണ്. അപ്പൊ പക്ഷേ നമുക്കൊരു യൂട്യൂബർ റവന്യൂ കൂടെ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ നിങ്ങൾ എപ്പോഴെങ്കിലും അടികൂടിയിട്ടുണ്ടോ? ഇത് വരണ്ടായിരുന്നു, ഈ സ്ഥലത്തുനിന്ന് വരണ്ടായിരുന്നു, ഡേഞ്ചറസ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ? ഇല്ല, എല്ലാം പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ഞങ്ങൾ തന്നെ തീരുമാനിച്ചിട്ട് പോകുന്നതല്ലേ. പിന്നെ അവിടെ പോയിട്ട് ഞങ്ങൾ വഴക്കുണ്ടാക്കിയ കാര്യമില്ലല്ലോ. അങ്ങനെയൊന്നും പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. ഈ കമന്റ്സ് വരുമ്പോ ഇടയ്ക്ക് ഷേതെ ബോഡി ഷേമിങ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ആദ്യമൊക്കെ വിഷമം ഉണ്ടാവുമായിരിക്കും. ആദ്യമൊക്കെ എനിക്ക് വിഷമമായിരുന്നു. പിന്നെ ആൾക്കാർ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് അവരുടെ ഇതാ സ്വഭാവമാണ്. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് എനിക്ക് ജീവിക്കാതിരിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. നമ്മൾ അടിച്ചു വിളിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കാന്നുള്ളത്. ഒരാൾ എൻജോയ് ചെയ്യുന്ന വേറെ ഒരാൾക്ക് കുശുമ്പ് എന്ന് പറയത്തില്ലേ? അതന്നെ. അത് അടുത്ത് പോകുന്നത് ജപ്പാനാണെന്ന് പറഞ്ഞു. അപ്പൊ കൂടെ പോകുന്നുണ്ടോ ഈ ട്രിപ്പിൽ? ഇല്ല, അത് ചേട്ടൻ ഒരു ഒഫീഷ്യൽ ട്രിപ്പിന് പോവാ. ഓ, യൂട്യൂബ് പരിപാടികൾ ഉണ്ടാവില്ല, വീഡിയോ ഷൂട്ടിംഗ് ഉണ്ടാവില്ല? വീഡിയോ ഷൂട്ടിംഗ് ഉണ്ട്. എന്നാലും ചേട്ടൻ ഒരു പ്രോഗ്രാമിന് വിളിച്ചിട്ട് പോവാ. ഓ, അങ്ങനെ പോവാണ്. ഈ നാട് മുഴുവനും കറങ്ങി നടക്കുമ്പോൾ ഈ ഞാൻ സുഹിത്തിനോട് ചോദിച്ചതുപോലെ നമ്മുടെ നാട്ടിനെ കുറിച്ചുള്ള ഒരു കോൺസെപ്റ്റ് മാറി വരും. നമുക്ക് ഇത് വേണമായിരുന്നു, അത് വേണമായിരുന്നു എന്നൊക്കെ തോന്നൂലേ? ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്. കുറെ അടുത്ത് ഞാനും പോയിട്ടുണ്ടല്ലോ ചേട്ടൻ്റെ കൂടെ. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോ നമ്മുടെ നാട്ടിലും ഇതേപോലെ വേണം എന്ന് കുറെ കാര്യങ്ങൾ തോന്നിയിട്ടുണ്ട്. അത് തോന്നാതിരിക്കില്ല, സ്വാഭാവികമാണ്. നമ്മുടെ നാട്ടിലും പല സ്ഥലത്തും യാത്ര ചെയ്യുമല്ലോ. അപ്പം അവിടെയും യാത്ര ചെയ്യുന്നുണ്ട്, നമ്മൾ ഇവിടെയും യാത്ര ചെയ്യുന്നുണ്ട്. എന്താണ് തോന്നുന്ന വ്യത്യാസം? അത് അന്യനാടിനപ്പുറത്തേക്ക് നമുക്കും കുറെ എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഇല്ലേ? നമ്മുടെ സ്ഥലങ്ങളും ആൾക്കാർ ഇനി കണ്ടു തീർക്കാത്ത ഒരുപാട് സ്ഥലങ്ങളില്ലേ? ഇഷ്ടംപോലെ ഉണ്ട്. അപ്പൊ നമുക്ക് തോന്നൂലേ, അയ്യോ ഇവിടെ ഒന്നും ആൾക്കാർ വരുന്നില്ലല്ലോ, ഇത് ടൂറിസം പ്ലേസ് ആയിട്ട് മാറിയിട്ടില്ല എന്ന് തോന്നില്ലേ ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ? ഒരുപാട് സ്ഥലം അങ്ങനെ തോന്നിയിട്ടുണ്ട്. കുറെ സ്ഥലം, ഫോർ എക്സാമ്പിൾ ഞങ്ങള് എവിടെയോ പോയപ്പോ ഞങ്ങൾ അങ്ങനെ പറഞ്ഞായിരുന്നു, ടൂറിസ്റ്റുകൾ ഇവിടെ വരാറില്ല, ആൾക്കാർക്ക് ഇങ്ങനത്തെ സ്ഥലം ഉണ്ടെന്ന് പോലും അറിയത്തില്ല. ഞങ്ങൾ കുറെ സ്ഥലമുണ്ട് നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ ഉണ്ട്. അത് ആ നാട്ടിലെ ലോക്കൽ ബോഡി അല്ലെങ്കിൽ ആ നാട്ടിലെ ഗവൺമെന്റ് അവിടുത്തെ ടൂറിസം സാധ്യതകൾ പ്രൊമോട്ട് ചെയ്യാത്തതിന്റെ കഴിവുകൾ മാത്രമേ അങ്ങനെ ഉണ്ടെങ്കിൽ. അതെ, അങ്ങനെയുണ്ട് പല സ്ഥലങ്ങളിലും. എന്തിനാ, നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. കേരളത്തിലാകെ ആൾക്കാർക്ക്, ഫോർ എക്സാമ്പിൾ ഇന്ത്യയിലെ ആൾക്കാർക്കാണെങ്കിലും കേരളത്തിൽ എന്തോരം സ്ഥലങ്ങളുണ്ട്, അതൊന്നും അറിയത്തില്ല. ആകെ അറിയാവുന്ന വർക്കല, കോവളം, മൂന്നാർ, വയനാട് പോപ്പുലർ ആയിട്ട് പിന്നെ വരുന്നത് നോർത്ത് ഇന്ത്യൻസ് അല്ലെങ്കിൽ ഫോറിനേഴ്സിനിടയിൽ. ഇല്ലെങ്കിൽ ആലപ്പുഴ, മൂന്നാർ, തേക്കടി, ഇത്രയല്ലേ ഉള്ളൂ. അല്ലാതെ നമ്മുടെ കേരളത്തിൽ തന്നെ എന്തോരം സ്ഥലങ്ങളുണ്ട്. നമ്മുടെ ഫുഡും കുറെയൊക്കെ ഇപ്പൊ പുറത്തുനിന്ന് നിങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾ പലതും നമുക്ക് രസമുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടാവും. അതൊക്കെ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് ഫ്യൂഷനും ഒക്കെ ചെയ്യണമെന്നും ഒക്കെ മനസ്സിലുണ്ടാവുമായിരിക്കുമല്ലോ. ഇവിടുത്തെ ഫുഡിനെ കുറിച്ചുള്ള കമന്റ്? ഏറ്റവും നല്ല കേരള ഫുഡ് കിട്ടണമെങ്കിൽ ഐ തിങ്ക് യു നീഡ് ടു ഗോ ഔട്ട്സൈഡ്. ദുബായി പോകണം, ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്ത് പോകണം. ഏറ്റവും നല്ല കേരള ഫുഡ് കിട്ടണമെങ്കിൽ ഇവിടെ പുറത്തിറങ്ങി ഒരു 100 ഹോട്ടൽ എടുത്താൽ അതിനകത്ത് 80 മന്തിയും കുഴിമന്തിയും സാധനങ്ങളൊക്കെ ആയിരിക്കില്ലേ? അല്ലേ? ഒരു നാടൻ ഫുഡ് കിട്ടുന്ന എത്ര ഹോട്ടൽസ് നമ്മുടെ നാട്ടിലുണ്ട്? വളരെ കുറവാണ്. ഇനി ഉണ്ടെങ്കിൽ അവിടെ എന്തുകൊണ്ട് ആളുകൾ പോകുന്നില്ല? ആളുകൾ പോകാത്തോണ്ടായിരിക്കുമല്ലോ അത് കുറഞ്ഞത്. നമുക്കപ്പം പ്രിയം മറ്റ് ഫുഡുകളോടാണോ?
അല്ലല്ല നമുക്ക് നാടൻ ഫുഡ് ഇഷ്ടമാണ്, പക്ഷെ ഹൈജീനിസിറ്റി ഒരു പ്രശ്നമായിരിക്കും. അതുകൊണ്ടും കുറെ ഹോട്ടലുകൾ ഹൈജീനിക്കായിട്ട് കിട്ടാത്ത സ്ഥലങ്ങൾ കിട്ടാത്ത സ്ഥലങ്ങൾ ഇല്ലാത്ത അങ്ങനെ ഉള്ളതുകൊണ്ടാണോ പ്രശ്നങ്ങൾ എനിക്കറിയില്ല. നല്ല ഫുഡ്, ടേസ്റ്റിയോടെ ഫുഡ് ഉണ്ടാക്കുന്ന ആളുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ഷെഫുമാര്, നല്ല പേയ്മെന്റ് കിട്ടുമ്പോൾ അവർ പുറം രാജ്യങ്ങളിലേക്ക് പോകുന്നു. അല്ലെ, അവൻ സ്വന്തമായിട്ട് എന്തെങ്കിലും മറ്റ് ഓപ്പർച്യൂണിറ്റീസ് നോക്കുന്നു. അപ്പൊ അങ്ങനെയുണ്ട് കേട്ടോ. അത് നല്ല ഫുഡ് കിട്ടുന്ന, നാടൻ ഫുഡ് കിട്ടുന്ന റെസ്റ്റോറൻറ്റ്സ് വളരെ കുറവല്ലേ. അത് എക്സ്പ്ലോർ ചെയ്യാൻ ഇവിടെ ഒരുപാട് പേരുണ്ട്. ഞങ്ങളൊക്കെ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട്, അയ്യോ അത് കിട്ടിയിരുന്നെങ്കിൽ, കപ്പ കിട്ടിയിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചു പോകുമ്പോൾ ഉച്ചയ്ക്ക് നല്ല ഒരു കഞ്ഞി കഴിക്കാൻ പറ്റിയ, പോയിരുന്ന് കഴിക്കാൻ പറ്റിയ നല്ല റെസ്റ്റോറൻറ്റ്സ് എത്ര ഉണ്ട്? നല്ല റെസ്റ്റോറൻറ്റ്സ് ഞാൻ ഉദ്ദേശിക്കുന്നത്, നല്ല റെസ്റ്റോറൻറ്റുകൾ എന്ന് പറയുന്നത് നല്ല ഭക്ഷണം കിട്ടുന്നത് മാത്രമല്ല, നല്ലൊരു ഡൈനിങ് സ്പേസ്, അത്യാവശ്യം വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റിയ അങ്ങനെ ഒരു സ്പേസ് ഒക്കെ ഉള്ള ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റുകൾ എത്ര ഉണ്ട്? വളരെ കുറവായിരിക്കാം. വളരെ കുറവാണ്. ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഹൈ എക്സ്പെൻസീവ് ആയിരിക്കാം. സാധാരണക്കാരൻ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഹോട്ടൽസ് വളരെ കുറവായിരിക്കാം. മറ്റുള്ള ഫുഡുകളാണ് നമ്മുടെ നാട്ടിൽ മേൽക്കൈമ ചെയ്ത് നിൽക്കുന്നതെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പലപ്പോഴും. കൊച്ചിയിൽ ഒരുപക്ഷെ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ കുറച്ചുകൂടെ പാർക്കിംഗ് സ്പേസ് ഒക്കെ ഉണ്ടാക്കി ഈ പറയുന്ന പോലെ ഒരു ഫെസിലിറ്റി ഉണ്ടാക്കി കൊടുത്താൽ കുറെ കൂടെ കച്ചവടം ഇരട്ടിക്കില്ലേ? ശരിക്കും അങ്ങനെ തോന്നാറില്ലേ? തോന്നാറുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മളെല്ലാവരും ഇപ്പൊ ഷോപ്പിംഗ് മാളുകളിൽ പോകുന്നത്. അതെ അതെ, അവിടെ പോയി കഴിഞ്ഞാൽ എല്ലാം അവിടെ കിട്ടും. വണ്ടി പാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. പാർക്കിംഗ് ഏറ്റവും വലിയ പ്രശ്നമല്ലേ. കൊച്ചിയുടെ ഒരു കാലത്തെ കൊച്ചിയുടെ ഹൃദയമായിരുന്ന എം ജി റോഡ് ഇപ്പൊ എങ്ങനെയാ അല്ലേ? ഇപ്പം ആ ഒരു ഹൃദയം എം ജി റോഡിൽ നിന്ന് പറിച്ചെടുത്ത് എടപ്പള്ളിയിലേക്ക് മാറ്റിയ പോലെ ആയില്ലേ? അതെ, കൊച്ചി മാറിക്കൊണ്ടിരിക്കുകയാണ് പല സംഭവങ്ങളും. ഇപ്പൊ നിങ്ങള് ഫോബ്സിൽ വരുമ്പോ, ഫോബ് മാഗസീനിൽ വരിക എന്നൊക്കെ പറയുന്ന പണ്ട് നമുക്ക് ഭയങ്കര ഒരു വലിയ സംഭവമായിരുന്നു. ഇന്നും ആ സാധനം പലർക്കും അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്നൊരു സ്പേസിലാണ് നിൽക്കുന്നത്. അവിടെ വന്നപ്പോ ഇല്ലെങ്കിൽ അത് വരുമ്പോഴത്തേക്കും നമുക്കൊരു പ്രൗഡ് തോന്നുമല്ലോ. ഇപ്പൊ ഗോൾഡൻ വിസ കിട്ടിയ സമയത്ത് നമുക്കൊരു അഭിമാനം തോന്നുമല്ലോ. അപ്പോഴെന്താണ് ശരിക്കും മനസ്സിൽ തോന്നിയത് ഫോബ്സിൽ വരുമ്പോ? ഞാൻ ഇവിടെ കണ്ടാലും മനസ്സിലാവും. ഇവിടെ എനിക്ക് ധാരാളം ഇതുപോലെയുള്ള അവാർഡുകൾ കിട്ടിയിട്ടുണ്ടെങ്കിലും ഞാൻ ആകെ ഒരെണ്ണം വെച്ചിട്ടുള്ളത് ഫോബ്സിന്റെ മാത്രമാണ്. ഓ, അതാണ് ഇരിക്കുന്നതല്ലേ? അതെ, വേറെ ഒന്നും വെച്ചിട്ടില്ല. കാരണം അത് നമുക്ക് ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാല്. അത് 2 തവണ അടുപ്പിച്ച് അവർ ലിസ്റ്റ് ചെയ്തു. കഴിഞ്ഞ തവണ ലിസ്റ്റ് ചെയ്തു, ഇത്തവണ ലിസ്റ്റ് ചെയ്തു. അത് അവരിങ്ങോട്ട് വിളിച്ച് കോണ്ടാക്ട് ചെയ്തിട്ട് നമ്മൾ ഡീറ്റെയിൽസ് എടുത്തിട്ട് ലിസ്റ്റ് ചെയ്യുന്നതാണ്. എനിക്ക് തോന്നുന്നു അവർക്ക് എന്തോ ഒരു ഏജൻസീസ് ഉണ്ടെന്ന് തോന്നുന്നു ഇങ്ങനെ കണ്ടുപിടിക്കാനും പറ്റുമൊക്കെയായിട്ട്. സോ എന്തായാലും ഭയങ്കര ലക്കി ആയിട്ട് ഫീൽ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് പ്രൊഫൈലിൽ കാണിക്കാമല്ലോ, വി ഗോട്ട് ഫീച്ചേർഡ് ഓൺ ഫോബ്സ് മാഗസിൻ എന്ന് പറഞ്ഞു. അപ്പൊ അത് കണ്ടിട്ട് ധാരാളം ബ്രാൻഡുകളും നമ്മൾ അപ്രോച്ച് ചെയ്യും. പല ബ്രാൻഡുകളും പല PR ഏജൻസികളും നമ്മൾ അത് കണ്ടിട്ട് അപ്രോച്ച് ചെയ്യും. അപ്പൊ നമ്മൾ റേറ്റ് പറയുമ്പോൾ നമുക്ക് ബാർഗെയിൻ ചെയ്യാൻ കുറച്ചും കൂടെ നമുക്ക് ഒരു സ്ട്രോങ് ഇതുണ്ടാവും. നമ്മളൊരു റേറ്റ് പറയുമ്പോൾ അവർ റേറ്റ് കുറയ്ക്കുമല്ലോ. അപ്പൊ എനിക്കത് പറ്റില്ല, എനിക്ക് റേറ്റിനാണല്ലോ ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് തന്റെ അടുത്തോളം പറയാനൊക്കെ പറ്റും. ഇപ്പോ അറൗണ്ട് ഒരു 30 രാജ്യം കവർ ചെയ്തിട്ടുണ്ടാവും അല്ലേ? 32 രാജ്യങ്ങളായി. ഇനി പോകാൻ പോകുന്ന ജപ്പാനിലേക്ക്. ഞാൻ ഒന്ന് പോയതാണ്, ഇനി ഒന്നും കൂടെ പോകുന്നുണ്ട്. ഈ 30 രാജ്യങ്ങൾ കവർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സംസാരിക്കുന്നത് കുറച്ചൊരു ഗ്ലോബൽ പൗരനായിട്ടായിരിക്കും അല്ലേ? നമുക്കത് എപ്പോഴെങ്കിലും സുജിത്തിന് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഞാൻ ഈ പഴയ പോലെ അല്ല ചിന്തിക്കുന്നത്, പഴയതുപോലെയല്ല ഞാൻ പറയണത്, എൻ്റെ ലുക്ക് മാറി, ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത്, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ ചിന്തിക്കുന്ന പോലെ മാത്രം ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ നാട്ടിലാണല്ലോ. നമ്മുടെ സൊസൈറ്റിയും കൂടെ മാറി ചിന്തിച്ചാൽ മാത്രമേ നമ്മൾ ചിന്തിക്കുന്നത് അവർക്ക് മനസ്സിലാകത്തുള്ളൂ. പല കാര്യങ്ങളും ഇപ്പൊ ഒന്നും വേണ്ട, ഞാനൊരു നിക്കറിട്ട് പുറത്തിറങ്ങിയാൽ തന്നെ നമ്മളൊരാളൊരു നിക്കറിട്ട് ഒരു ഷോപ്പിംഗ് മോളിൽ പോയാലോ അല്ലെങ്കിൽ പുറത്തിറങ്ങിയാലോ ആളുകൾ നമ്മളെ കാണുന്ന രീതി വ്യത്യാസമാണ്. ഇവരെന്തിനീ കുട്ടി നിക്കറിട്ട്, ഇവര് മാന്യമായ വസ്ത്രം ധരിച്ചിട്ടൂടെ എത്ര ആൾക്ക്. ഞാൻ നിക്കറിട്ടിട്ടുള്ള ഷോർട്ട്സ് ഇട്ടിട്ടുള്ള ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ താഴെ കമന്റ് വരും, നിക്കർ എന്താ മാന്യമായിട്ടുള്ള വസ്ത്രമല്ലേ? എനിക്കറിയില്ല. ഒന്നാമത് നമ്മള് ചൂട് കാലത്ത് നാട്ടിലാണ് ജീവിക്കുന്നത്. ഇപ്പൊ ഈ പാന്റ് ഒക്കെ ഇടുന്നതിലും വളരെ കംഫർട്ടബിൾ ആണ് നമുക്ക് നിക്കറിട്ട് നടക്കുന്നത്. നമ്മുടെ കാലാവസ്ഥയ്ക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ് ഷോർട്സ് ഇട്ട് നടക്കുന്നതിന്. അപ്പൊ അങ്ങനെയൊക്കെ ആൾക്കാർ പറഞ്ഞു തുടങ്ങിയപ്പോ ഞാൻ എന്ത് ചെയ്തു, ഞാൻ വീണ്ടും മാറി, ഞാൻ പുറത്തു പോകുമ്പോൾ ഞാൻ നിക്കറിട്ട് നടക്കും, പ്രശ്നമില്ലല്ലോ അന്നേരം. അപ്പൊ അത് അങ്ങനെ ഓരോ മാറ്റങ്ങളുണ്ട്. ഇപ്പൊ നമ്മള് അതങ്ങനെയൊക്കെയാണ്. നമ്മുടെ ആ സൊസൈറ്റിയും കൂടെ മാറി വരണം പല കാര്യങ്ങളും. പക്ഷെ ഇങ്ങനെ ഉള്ളപ്പോഴും പെട്ടെന്നൊരു മാറ്റം നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഇങ്ങനെ ഉള്ളപ്പോഴും ശരിക്കും സുജിത്തിന്റെ വീഡിയോസിന് അക്സെപ്റ്റൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇഷ്ടമാണെന്നാണ് അതിന്റെ അർത്ഥം. ഈ ഇഷ്ടം എങ്ങനെയായിരിക്കും ഉണ്ടായതെന്ന് മനസ്സിലാക്കണേ. ഇൻഫർമേഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്, നാടൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്, പക്ഷെ ആളെയും കൂടെ അംഗീകരിക്കേണ്ടതുണ്ട്. അപ്പം ആളെ ഇത്രയും കാലം മലയാളി സ്നേഹിക്കുകയും ഇല്ലെങ്കിൽ ലോകത്തുള്ള മലയാളികൾ സ്നേഹിക്കുകയൊക്കെ ചെയ്യണതിന് എന്തായിരിക്കും കാരണമെന്നാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. മേളിൽ കയറി അത് എടുത്തു തരാൻ വേണ്ടി എനിക്ക്
എനിക്ക് ഏതാ വേണ്ടേ? ഒരെണ്ണം തരും ഞാൻ. ഏതാ വേണ്ടേ? ഇത് എവിടെ നിന്ന് കൊണ്ടുവന്നതാ? ഇത് എവിടെ നിന്ന് കൊണ്ടുവന്നതാ? ഇത് എവിടെ നിന്ന് ഏത് വാങ്ങിച്ചതാ? രാജ്യത്ത് നിന്ന് കൊണ്ടുവന്നതാ? ഇത് എവിടെ നിന്ന് വാങ്ങിയതാ? ക്യൂബന്നാണോ വാങ്ങിച്ചത്? ഏതാ വേണ്ടേ? വിക്കാച്ച് തരൂല, ഇത് വേണം തരാം. ഇതെടുത്തപ്പോ അവര് അത് വേണം, വിക്കാച്ച് വേണം. നീ അതുകൊണ്ട് കളിച്ചാ മതി. ഇത് പുറത്തുനിന്ന് വാങ്ങിയിട്ട് വന്നതായിരിക്കോ? വിമാനത്തിൽ നിന്ന് വാങ്ങിച്ച പ്ലെയിനില് ഡ്യൂട്ടി ഫ്രീയില് കിട്ടും. അവനെ താഴും. ഞാൻ ചോദിച്ചത് ആ ഒരു എന്തുകൊണ്ടായിരിക്കും ഇഷ്ടപ്പെടുന്നത്, സുജിത്തിനെ ഇഷ്ടപ്പെടുന്നത് എന്നാണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. മേ ബി നമ്മുടെ പ്രസന്റേഷൻ കൊണ്ടാവാം, നമ്മുടെ അവതരണം ആളുകൾ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാവാം. ഇപ്പൊ എല്ലാവരും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. ഇപ്പൊ നിങ്ങൾ ധാരാളം ആങ്കേഴ്സ് ഉണ്ട്. എനിക്ക് ചിലപ്പോ നിങ്ങളെ ഇഷ്ടമായിരിക്കും, ചിലപ്പോ മറ്റാളെ ഇഷ്ടമല്ലായിരിക്കും. അപ്പൊ അതിന് പല റീസൺസ് ഉണ്ട്, മനസ്സിലായില്ലേ? അപ്പോ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ചിലപ്പോ ചിലർക്ക് അപ്പിയറൻസ് വൈസ് ആയിരിക്കും, ചിലപ്പോ ചിലരുടെ സംസാര രീതിയിലായിരിക്കും ഇഷ്ടം വരിക, ചിലപ്പോ ചിലരുടെ എന്താ പറയാ ചോദ്യം ചോദിക്കുന്ന സ്കില്ലിലായിരിക്കും. അപ്പൊ അങ്ങനെ പല സ്കിൽ ആയിരിക്കും. ഏറ്റവും കൂടുതൽ ആങ്കേഴ്സ് കേൾക്കുന്ന തെറിവിളി എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് ഞാൻ കണ്ടതിൽ വെച്ചിട്ട്. ഒന്ന്, ഇടയ്ക്ക് കയറി ഇന്ററപ്റ്റ് ചെയ്യുക. രണ്ട്, എന്താ പറയാ പൊട്ട ചോദ്യങ്ങൾ ചോദിക്കുക. അതൊക്കെയല്ലേ കൂടുതൽ ആൾക്കാർ പറയുന്നത്. ഇല്ലെങ്കിൽ ഇവരെന്തിനാ വെറുതെ ചിരിക്കുന്നത്, അങ്ങനെ സാര കാര്യങ്ങളൊക്കെ ആയിരിക്കും കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നത് ആളുകൾ. അപ്പം പല റീസൺസ് ഉണ്ടാവുമല്ലോ നമ്മളെ ഒരാൾ ഇഷ്ടപ്പെടാനായിട്ട്. അപ്പോ അത് ഓരോ വ്യക്തികൾക്കും പക്ഷെങ്കിലും വ്യത്യസ്തമായിരിക്കും. ടെക് പറയുമ്പോ, ഫുഡ് പറയുമ്പോ, ട്രാവൽ ചെയ്യുമ്പോ ഒക്കെ അതിനകത്ത് നമുക്ക് വീഡിയോസ് ഇടുമ്പോൾ അതിന്റെ ഒരു പ്രതിഫലനം വരും. ഉണ്ട്. ഇപ്പൊ ഞാൻ ഫാമിലി ആയിട്ടുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അവര് ചിലപ്പം ഞാൻ ഒരു ഫോറിൻ ട്രിപ്പ് പോയി ഇടുന്ന വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോ കണ്ടില്ല എന്ന് വരാം. അപ്പൊ അത് ഇഷ്ടപ്പെടുന്ന വേറൊരു കൂട്ടം ആൾക്കാരുണ്ട്, അവരത് കണ്ടോളും. ഞാനൊരു ടെക്കിന്റെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ടാവും, ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവും. അവരിഷ്ടപ്പെടുന്നവർ കണ്ടോളും. ഇപ്പോ ഈ രാജ്യങ്ങൾ ഇങ്ങനെ കറങ്ങി വരികയും പിന്നെ ഈ പറയുന്ന പോലെ ഫുഡ് ചെയ്യുകയും എല്ലാം കൂടെ ആദ്യമേ തന്നെ പ്ലാൻ ചെയ്തിരുന്നതുകൊണ്ടാണ് ആ പേര് അങ്ങനെ തന്നെ ഇട്ടത്. അപ്പം ഏതെങ്കിലും ഒന്ന് വീക്ക് ആയാലും നമുക്കത് സ്ട്രോങ് ആക്കാം എന്നുള്ള ഒരു. അതിനകത്ത് ട്രാവൽ കുറച്ച് ഫോക്കസ് ചെയ്യുന്നുണ്ടെന്ന് തന്നെ ഉള്ളൂ. പേരിന് മാത്രം ചെയ്യുന്നതാണ്. ടെക് ഇപ്പൊ അധികം ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. ഉണ്ട്. ഇപ്പൊ ഇന്ന് അടുപ്പിച്ച് 2-3 ടെക് വീഡിയോസ് വന്നിട്ടുണ്ട്. കാരണം നമ്മളിവിടെ കുറെ സാധനങ്ങൾ വാങ്ങിച്ചൊക്കെ അൺബോക്സ് ചെയ്ത് അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ചെയ്ത്. അപ്പം എന്തായാലും അടിപൊളിയായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകും. ഫാമിലി വ്ലോഗ് എനിക്ക് തോന്നുന്നു കൂടുതൽ ആൾക്കാർ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ഫാമിലി ആയിട്ട് തന്നെ പൊളിക്കും. ഓക്കെ, താങ്ക് യു. സന്തോഷം. താങ്ക് യു.